അന്ന് ബസ്സിൽ കയറുവാൻ സ്ലീവ്ലെസ്, ഇന്ന് ജയിലിൽ പോകുവാൻ പർദ്ദ. ലൈംഗികാതിക്രമം ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ആത്മഹത്യാ പ്രേരണ സാധൂകരിക്കുന്ന തരത്തിൽ പോലീസ് റിപ്പോർട്ട്. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിൽ മനംനൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബസ്സിലെ CCTVയിൽ അസ്വാഭാവികമായി യാതൊന്നും കണ്ടെത്തിയിട്ടുമില്ല. ഷിംജിതയുടെ ഫോണിൽ നിന്ന് നിർമ്മിച്ച 7ഓളം വീഡിയോകൾ ലഭിച്ചു. ഈ വീഡിയോകൾ കണ്ടെത്തി ബസ്സിലെ CCTV ദൃശ്യങ്ങളിലൊന്നും പരാതിക്കാരി പറയുന്ന പോലെയുള്ള യാതൊരു ദൃശ്യങ്ങളും പോലീസിന് കണ്ടെടുക്കുവാനായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിലും ഷിംജിത പോലീസിൽ പരാതി നൽകിയിരുന്നില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഷിംജിതയുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. കുന്ദമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയെ മഞ്ചേരി ജയിലിൽ എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് കാണുക. അന്ന് ബസ്സിൽ പോയ വേഷവിധാനവും ഇന്ന് ജയിലിൽ പോയ ആ വേഷവും ഒന്ന് കാണുക. നരഭോജി
കേസിൽ 14 ദിവസത്തേക്കാണ് ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ലൈംഗികാതിക്രമം നേരിട്ടെന്ന് ആരോപണം ഉന്നയിച്ച ഷിംജിത മുസ്തഫ ദീപക് ആത്മഹത്യ ചെയ്ത ഉടനെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. സംഭവത്തിൽ ദീപകിൻ്റെ മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടതും. കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രക്കിടെ ലൈംഗിക ഉദ്ദേശത്തോടെ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഇക്കാര്യം താൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നെന്നുമായിരുന്നു ദീപകിൻ്റെ പേര് പരാമർശിക്കാതെ എന്നാൽ മുഖം വ്യക്തമാകും വിധം ഷിംജിത മുസ്തഫ സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത്. എഡിറ്റ് ചെയ്ത ആ വീഡിയോയിൽ ബസ് യാത്രയിലെ ദൃശ്യവും രണ്ടാമത്തെ വീഡിയോയിൽ സംഭവത്തെക്കുറിച്ചുള്ള ഷിംജിതയുടെ വിശദീകരണവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 23 ലക്ഷത്തിൽ പരം പേർ ഈ വീഡിയോ കണ്ടിരുന്നു. മാനക്കേട് താങ്ങാനാവാതെ മനം തകർന്നാണ് തൻ്റെ മകൻ ജീവനൊടുക്കിയതെന്നും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും മകൻ തന്നോട് പറഞ്ഞെന്നും വ്യക്തമാക്കിയാണ് അമ്മ കന്യക മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.